കാരശ്ശേരി മാഷ് ഇതിൽ രണ്ട് കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചു. എനിക്ക് ഏറെ ബഹുമാനമുള്ള ആളാണ് കാരശ്ശേരി മാഷ്. എന്നാൽ രാഷ്ട്രീയമായ ചില വിയോജിപ്പുകളുണ്ട് താനും. ഇക്കാര്യത്തിൽ എനിക്ക് മാഷോടുള്ള വിയോജിപ്പ്, രണ്ട് വിഷയങ്ങളെ മാഷ് ഒരേപോലെ കണ്ടു. അത് അന്യായമായി പോയി. എന്തുകൊണ്ടെന്നാൽ, ഒന്ന് സോണിയാഗാന്ധിയെ കണ്ട കാര്യം, അത് ജൻപഥിലെത്തി കാണുകയാണ്, ഒന്നിലധികം തവണ കാണുകയാണ്. സാധാരണ നിലയിൽ കോൺഗ്രസിൻ്റെ നേതാക്കന്മാർക്ക് പോലും അങ്ങനെ അപ്പോയിൻമെൻറ്റ് കിട്ടുക എളുപ്പമല്ല, അതെല്ലാവർക്കും അറിയാം. കേരളത്തിലെ മുതിർന്ന ഒരു കോൺഗ്രസ് നേതാവിന് അപ്പോയിൻമെൻറ്റ് കിട്ടാത്തതിന് തുടർന്നുണ്ടായ രാഷ്ട്രീയ സംഭവ വികാസങ്ങൾക്ക് കാലം സാക്ഷിയുമാണ്. അവിടെ ചെന്ന് ഉപഹാരങ്ങൾ കൊടുക്കുന്നു, കയ്യിൽ എന്തോ കെട്ടിക്കൊടുക്കുന്നു, ഇതൊക്കെ നമ്മൾ കാണുന്നു. അത് ചോദിക്കുമ്പോൾ ശ്രീ അടൂർ പ്രകാശ് ദേഷ്യപ്പെടുകയാണ് ചെയ്തത്. അദ്ദേഹത്തിനുള്ള ബന്ധം എന്താണെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഒരു സാമൂഹ്യ പ്രവർത്തകനാണ് ഇദ്ദേഹം, അതുമായി ബന്ധപ്പെട്ട് പരിപാടിയിൽ പങ്കെടുത്തു എന്നൊക്കെയാണ്. എന്ത് സാമൂഹ്യ പ്രവർത്തകനാണെന്ന് ചോദിച്ചപ്പോൾ ദേഷ്യപ്പെട്ടു മാധ്യമപ്രവർത്തകരോട്. ഇതുവരെ പറഞ്ഞിട്ടില്ല, ഒന്നും പറഞ്ഞിട്ടില്ല. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നമ്മുടെ മുൻപിലുണ്ട്, ശരി. അതിൻ്റെ ചേർത്ത് വെച്ച് പറഞ്ഞത് എന്താണ്? മുഖ്യമന്ത്രിയുടെ വീട്ടിലോ ക്ലിഫ് ഹൗസിലോ ഓഫീസിലോ എവിടെയെങ്കിലും പോയിട്ട് നമുക്കൊരാരോപണം ഉന്നയിക്കാൻ കഴിയും വിധം മുഖ്യമന്ത്രിയെ കാണുകയാണോ ഈ പ്രതി ചെയ്തിട്ടുള്ളത്? അല്ല. പ്രതി പങ്കെടുത്തു എന്ന് പറയുന്നത് ഒരു പൊതു ഇടത്തുള്ള ഒരു പരിപാടിയാണ്. ആ പരിപാടിയിൽ മുഖ്യമന്ത്രി അധികാരത്തിലേറിയ സമയത്ത് വിശേഷിപ്പിച്ച ഒരു അവതാരത്തിൻ്റെ റോളിലാണോ പങ്കെടുത്തത്? മുഖ്യമന്ത്രിയുടെ ഒരു ശിങ്കിടി, ഒരു സിൽബന്തി ആയിട്ടാണോ പങ്കെടുത്തത്? അല്ല. അത് ഒരു ആംബുലൻസ് പോലീസ് സേനയ്ക്ക് ഒരു ജ്വല്ലറി ഗ്രൂപ്പ്, ഞാൻ അങ്ങനെയാണ് മനസ്സിലാക്കുന്നത്, സംഭാവന കൊടുക്കുകയാണ്. ആ ജ്വല്ലറി ഗ്രൂപ്പിൻ്റെ ശിങ്കിടിയായിട്ടോ കയ്യാളായിട്ടോ മറ്റോ ആണ് അദ്ദേഹം അവിടെ വന്നിട്ടുള്ളത്. അതിന് നമ്മൾ എങ്ങനെ മുഖ്യമന്ത്രിയെ ആക്ഷേപിക്കും? പോലീസ് സേനയുടെ കൂടി മന്ത്രി എന്ന നിലയിൽ ഇങ്ങനെ ഒരു കാര്യം, ഒരു വ്യവസായ ഗ്രൂപ്പ് പോലീസ് സേനയ്ക്ക് ആംബുലൻസ് കൊടുക്കുമ്പോൾ ആ ചടങ്ങിൽ പങ്കെടുത്തതിൻ്റെ പേരിൽ മുഖ്യമന്ത്രിയെ നമുക്ക് കുറ്റപ്പെടുത്താൻ പറ്റുമോ? ആ വീഡിയോ ദൃശ്യം ഞാൻ കണ്ടു. അതിൽ ഈ മുഖ്യമന്ത്രിയും പ്രതിയും മുഖാമുഖം കാണുമ്പോൾ ഒരു പരിചയം പോലും മുഖ്യമന്ത്രിയുടെ മുഖത്തില്ല, ഒരു വാക്കുപോലും മുഖ്യമന്ത്രി പറയുന്നില്ല. പ്രതി തൊഴുതു, മുഖ്യമന്ത്രിയും തൊഴുതു പോയി. അദ്ദേഹം ആര് തൊഴുതാലും തിരിച്ചു തൊഴില്ല, നമ്മളൊക്കെ ചെയ്യില്ലേ?